ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിലൊരു നോമ്പ് തുറയാണ്, കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ദിവസത്തെ ഫുള്ള് മെനു ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഇന്നത്തെ ഇഫ്താർ പാർട്ടി. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പ് തുറപ്പിക്കലാണ് ഇവിടുത്തെ. ഇതന്നെ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇനി അടുത്ത ആഴ്ച നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് എഗ്ഗ് ഇടിമുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഇഷ്ടമായിരിക്കും. അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. സാധാരണ മുട്ട പുഴുങ്ങി പൊരിച്ചതിലും ഒരു ഡിഫറൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ഞാൻ ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോ മുട്ടായിട്ട് നമുക്ക് പൊട്ടിച്ചൊഴിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ മുട്ടക്കാണെങ്കിൽ കുറച്ച് അതിൻ്റെ വെള്ളം മാറ്റി വെക്കേണ്ടി വരും. എന്നിട്ട് ഇത് ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് ഗസ്റ്റ്. അപ്പോൾ 20 മുട്ടയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ആവണ നേരം കൊണ്ട് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ, ഹെൽപ്പിനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരികളൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഞാൻ ഉള്ളിയാണ് ഇട്ടത് ബിരിയാണിക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട്. കുറച്ച് ഓയിലും ഒരു 2 ടേബിൾ സ്പൂണ് എൻ്റെ അടുത്തുണ്ടാവും ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഫുൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് അതിന് മാറ്റാം നമുക്ക്. ഇപ്പം നമ്മൾ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക്, ഒരു 10-11 പച്ചമുളക് ഞാൻ ചതുക്കി വെച്ചതാണ് മിക്സിയിൽ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 1.5 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി അരച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അത് 3 ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് 3 കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വയന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഞാനൊരു 6 തക്കാളി വലിയ സൈസ് തക്കാളി എടുത്ത് വെച്ചതാണത്. അത് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൂടുതൽ കാണിക്കുന്നത്. നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ചാൽ മതി. പിന്നെ നമ്മൾ ആ ഒരു ഇടിമുട്ടൻ്റെ മുട്ട ഞാൻ ചൂടാറിയതിൻ്റെ ശേഷം അതിൽ നിന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഞാൻ കൂടുതൽ ഇടലുണ്ട് കേട്ടോ. നിങ്ങളത് കണ്ടിട്ട് ഇത് ഒരുപാടാണോ എന്ന് വിചാരിക്കേണ്ടത്, കറക്റ്റാണ്. പിന്നെ വേണ്ടത് പുതിന അതിൻ്റെ പകുതിയാണ്. നമ്മൾ മല്ലിയില എടുക്കുന്നതിൻ്റെ നേർ പകുതിയാണ് പുതിന എടുത്തത്. ഇനി അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇലകളൊന്ന് ഉടഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ്. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ ചാനലിലുണ്ട് ഹോം മെയ്ഡ് ബിരിയാണി മസാല. അപ്പോൾ അത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നിറച്ച് വലിയ സ്പൂണാണ്, അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈരാണ് ഇടുന്നത്, കട്ട തൈര്, പുളിയില്ലാത്ത തൈരായിരിക്കണം. അങ്ങനത്തെ ഒരു വലിയ 3 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ ഈ ഒരു ബിരിയാണി മസാല അല്ലാണ്ട് വേറെ പൗഡറുകളൊന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ, ഇത് മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. 2.5 കിലോ ചിക്കനാണ് ഇപ്പോൾ ഇതുള്ളത് കേട്ടോ. 2.5 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടത്. വലിയ പീസായിട്ട്, ബിരിയാണിക്ക് അറിയാമല്ലോ വലിയ പീസായിട്ടാണ് നമ്മൾ മുറിക്കുക. അപ്പോൾ അതുകൊണ്ട് വലിയ പീസായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ തീയിലാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ആ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം അത് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മസാല റെഡിയാണ്. ഇനി അതവിടെ മൂടി മാറ്റി വെക്കുക. ഇനി ചോറ് ഞാൻ ലാസ്റ്റേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ചോറിൻ്റെ ഉള്ളിയും ഇതൊക്കെ നമുക്ക് പൊരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ചോറ് വെക്കുന്ന ചെമ്പിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വലിയ നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആകണ വരെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാനിപ്പോൾ ഒരു 2 വലിയ സൈസ് ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചത് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചതാണത്. ആ 2 ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ കളറാകണ വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ബിരിയാണിക്ക് പൊരിക്കണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയണമായിരിക്കുമല്ലോ, നല്ല ഗോൾഡൻ കളറാകണ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കൂടുതലായിട്ട് ബ്രൗൺ ആയി പോകണ്ട. വല്ലാണ്ടങ്ങ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചോറിൽ ദമ്മിടുന്ന സമയത്ത് ഈ ഒരു ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് കോരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ബ്രൗൺ ആവും കേട്ടോ. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം ഇത് കോരിയെടുക്കാൻ. അപ്പോൾ പിന്നെ അത് അധികം ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇത് ഇട്ട ഭാഗത്തുള്ള ചോറ് വരെ കറുപ്പ് കളറായി പോകും. അപ്പോൾ അതിലേക്ക് പോകരുത്. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് വേഗം അങ്ങ് കോരി മാറ്റിയാൽ മതി. അപ്പോൾ അത് കറക്റ്റ് പാകത്തിലുള്ള കളറായി വരും. കാരണം ഇത് ചൂടാറുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് കളറാവും. ഇനിയിപ്പോൾ ഞാനൊരു കൈപ്പിടി അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കതും കോരി മാറ്റാം. വല്ലാണ്ട് ഞാനൊന്നും ഫ്രൈ ആക്കി എടുക്കലില്ല കേട്ടോ.
അപ്പോൾ ഈ ഒരു കളറിൽ ഞാനത് കോരി മാറ്റുന്നുണ്ട്. കാരണം ദമ്മിടുന്നതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒന്നും കൂടെ ഒന്നതാവും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു കൈപ്പിടി കിസ്മിസ് ഇട്ടതാണ്, അതും കൂടെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല. അണ്ടി കിസ്മിസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. അപ്പോൾ അതാ നമ്മൾ അണ്ടി മുന്തിരി ഉള്ളി റെഡി ആയിട്ടുണ്ട്, അതോടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് ബനാന റോളാണ് കേട്ടോ. ഇതാണ് ബനാന റോള്. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ നല്ല നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് വരിക. അതിലേക്ക് ഞാനൊരു എന്താ പറയുക, ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചതാണിത്, നുറുക്കി വെച്ചത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ കിസ്മിസും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട്. ആ ഒരു തേങ്ങയാണ് ഞാനിപ്പോൾ ചിരണ്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കപ്പോളം ഉണ്ടാവും, 1.5 അല്ലെങ്കിൽ 1.25 കപ്പൊക്കെ ഉണ്ടാവും ഒരു തേങ്ങൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായാൽ മതി, വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോകരുത്. തേങ്ങ അതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ഞാൻ 2 ഇടുന്നുള്ളൂ, കാരണം എന്താ വെച്ചാൽ പഴത്തിലുള്ളടി നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ഇട്ടത്. ഇത് റെഡി ആയിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു പഞ്ചസാര കയ്യിൽ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കരുത്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മുട്ടയും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുട്ട കൂടി പോകാനും പാടില്ല, നമുക്ക് തേങ്ങയാണ് കൂടുതൽ വേണ്ടിയത്. അപ്പോൾ ഒരൊറ്റ മുട്ട മതി. ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഒരു ജസ്റ്റ് ഒന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റുമാണ്, എന്നാൽ ഇത് ഇങ്ങനെ തൊയിഞ്ഞ് വീണ് പോവില്ല ഈ ഒരു ഫില്ലിങ് മുട്ടയും കൂടി വരുമ്പോൾ. അപ്പോൾ ആ മുട്ട നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡിയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഏലക്കായൻ്റെ ഫ്ലേവർ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ പഴം റോളിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫില്ലിങ് വരുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സ്നാക്കൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കോയട ഉണ്ട്, അതുപോലെ സമൂസ ഉണ്ട്, അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ ബ്രെഡ് റോളാണ്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. ഇതിൽ തന്നെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഇപ്പോൾ ഞാനിനി മുട്ട പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു മുട്ടയിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ നമ്മൾ ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വല്ലാണ്ട് അങ്ങ് ലൂസ് ആയി പോകണ്ട, വല്ലാണ്ട് അങ്ങ് കട്ടി ആയി പോകണ്ട. രണ്ടിനെയും നടുക്ക് വരുന്ന രീതിയിൽ നമുക്ക് ആ മുട്ട മുക്കിയെടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. വല്ലാണ്ട് അങ്ങ് ലൂസായി പോകരുത്, ഈ ഒരു പാകത്തിൽ മതി. ഇനിയിപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു പാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മീനും ഇങ്ങനെ മുട്ടയും മാത്രം പൊരിക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ വരുമ്പോഴാണ് കാണാനും, നമ്മൾ സെർവ് ചെയ്ത് വെക്കുന്ന സമയത്ത് കാണാനും ഭംഗിയാണ്, നല്ല ടേസ്റ്റും വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മുട്ട ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഉണ്ണിയൊക്കെ വേറെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ സാധാരണ മുട്ട പുഴുങ്ങി പൊരിച്ചത് കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഏകദേശം ഞാൻ നോക്കിയപ്പോൾ ഒരേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ കാണാനൊക്കെ ഒരു ഭംഗിയാണ്, അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഒരു ഭാഗം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുക, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം 2 ഭാഗം ഒന്ന് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അതാ ഓരോന്നും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ 20 മുട്ടയാണ് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ഇടിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് ബനാന റോളിൻ്റെ പഴം, നമ്മളെ ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബനാന റോളിൻ്റെ പഴമാണ് ഞാൻ എടുക്കുന്നത്. അതിപ്പോൾ ഞാനൊരു 5 വലിയ സൈസ് പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് എത്ര തിന്നായിട്ട് നീളത്തിൽ മുറിക്കാൻ പറ്റുമോ അങ്ങനെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം മുറിച്ചതൊക്കെ എൻ്റെ കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്, ലാസ്റ്റൊക്കെ നല്ല നേരിയതായിട്ട് വന്നു. അപ്പോൾ ഞാൻ 5 പഴം ഇങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചതാണിത്. ഇനി ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ പഴം വാട്ടണ പോലെ തന്നെയാണ്, പക്ഷേ ഇത് നീളത്തിലുള്ള പീസ് ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് മറിച്ചിടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുക. ഇത് മറിച്ചിടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ ഇത് 2 കയ്യിൽ വെച്ചിട്ടൊക്കെ മറിച്ചിടേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി.
കാരണം നമ്മൾ സാധാരണ നമ്മൾ പഴം വാട്ടുമ്പോൾ ചെറിയ പീസായിട്ടല്ല മുറിച്ചിടുക. അപ്പോൾ അതാകുമ്പോൾ വേഗം നമുക്ക് സ്പൂൺ കൊണ്ട് മറിച്ചിടാനും തിരിച്ച് കോരാനൊക്കെ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നീളമുള്ള പീസായതുകൊണ്ട് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുറിയാണ്ട് വേണം ഇത് കോരിയെടുക്കാനും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണും ഒരു കയ്യിലും രണ്ടും വെച്ചിട്ടാണ് ഞാനിപ്പോൾ കോരിയെടുക്കുന്നത്. മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റോളായിട്ട് ചുറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് മുറിഞ്ഞു പോകാണ്ട് ഓരോ പീസും നമുക്കിങ്ങനെ വാട്ടിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിന് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാത്ത ഒരേ ഒരു നോമ്പാണ് ഇട്ടത്. ലൈഫിൽ തന്നെ ഫസ്റ്റ് നോമ്പാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ പഴം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടാനും ഇല്ല. പിന്നെ കിട്ടുന്നതിന് തന്നെ നാട്ടിലത്തെ 1 കിലോ പഴത്തിന് നാട്ടിലത്തെ 500 റുപ്യേൻ്റെ അടുത്താണ് വില. അപ്പോൾ അതാ ഞാൻ അത് മൊത്തം ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരത്തി എന്തിനാണെന്ന് വെച്ചാൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടുതലുള്ളതുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ ഓരോന്നിൽ വേണമെങ്കിൽ ഓരോന്നിൽ ചെയ്യുക. ഞാനിപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് 2 ട്രയലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് മൊത്തം ഫില്ലിങ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും. ഇത് കുറേ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോന്നിൽ വെച്ചിട്ട് റോൾ ചെയ്താൽ മതി. അപ്പോൾ അത് ഞാനിത് മൊത്തത്തിൽ ഇങ്ങനെ ഓരോന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അത് റോൾ ചെയ്തിട്ട് ഇതവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് വേണം. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് 2 ഭാഗത്തും ഒരു പ്ലസ് പോലെ നമ്മൾ പ്ലസ് എന്ന് എഴുതൂല, അതുപോലെ 2 ഭാഗത്തുനിന്ന് തിരിച്ചങ്ങോട്ടും ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് റോളായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ് ഇനിയും നിറച്ച് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ വെച്ചതിന് ശേഷം. അപ്പോൾ അടുത്തതും ഞാനിങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മൊത്തത്തിൽ ഇത് കംപ്ലീറ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ 2 ഭാഗത്തും ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ കാണാനും ഭംഗിയാണ്, നല്ല ഫീലിംഗ് ഒക്കെ അവിടെ നിൽക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബനാന റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു 3 പ്ലേറ്റിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മളെ അടിപൊളിയായിട്ടുള്ള ബനാന റോള്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഒരുപാട് പഴമൊന്നും കിട്ടാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഞാൻ സ്നാക്സൊക്കെ പൊരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വാട്ടി വെച്ചിട്ടുള്ള കോഴിയടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കോഴിയടൻ്റെ റെസിപ്പി ഇനി തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചതാണ്. ഇന്നലെ ചെയ്ത് വെച്ച ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് സമൂസ, ഒന്ന് കോഴിയട, അതുപോലെ തന്നെ ബ്രെഡ്, ചിക്കൻ ടിക്ക, പിസ്സ, ബ്രെഡ് റോളാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതും 3ൻ്റെയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സമൂസ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് കേട്ടോ. സമൂസൻ്റെ വീഡിയോ ഇനി വരില്ല, ഇനി ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. നോമ്പ് തുടങ്ങിയപ്പോൾ തന്നെയാണ് ഞാൻ സമൂസൻ്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ അത് നമ്മളെ കോഴിയട ഇവിടെ ഒരു ഭാഗം ഒന്ന് ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോഴിയട എന്ന് പറഞ്ഞാൽ നമ്മളെ ബേക്കറി സ്റ്റൈലുള്ള കോഴിയടാണ് കേട്ടോ. അത് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റുന്ന കോഴിയടാണ്. പൊരിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കത് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച വരെയൊക്കെ പുറത്തന്നെ കുപ്പിയിലിട്ടിട്ട് വെക്കാം. ഒന്നും ആവില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നല്ല അടിപൊളി കോഴിയടൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരമാവും. അപ്പോൾ ഞാൻ കോഴിയട, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പരിപാടിക്ക് ഞാനൊരു 200 കോഴിയടോളം ഞാനിവിടെ പൊരിക്കുന്നുണ്ട്. 200 എന്നൊക്കെ പറഞ്ഞാൽ അധികമൊന്നുമില്ല കേട്ടോ, ചെറിയതല്ലേ, 2 പ്ലേറ്റിലേക്കേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ സമൂസയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സമൂസേൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, എൻ്റെ ഇതിലുണ്ടാവും. ഞാൻ പിക്ചറൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോമ്പിനിട്ട വീഡിയോൻ്റെ ആ ഒരു തന്നെയാണ്, ആ സെയിം തന്നെയാണ് ഈ ഒരു ചിക്കൻ സമൂസ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതും ഒരു ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഞാനൊരു 10-35ഓളം സമൂസ ഇന്നിപ്പം പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതും കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ മൊത്തം പൊരിക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യുന്നത് വെറുതെ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സമൂസയും കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സമൂസയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത കാണിക്കുന്നത് ഫസ്റ്റ് നോമ്പിന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഫലാഫലിൻ്റെ റെസിപ്പി ഫസ്റ്റ് നോമ്പിന്. അപ്പോൾ അത് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണിപ്പം കുറച്ച് ഫലാഫലും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അത് പിന്നെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം വെജ് ആയതുകൊണ്ട് ചിലപ്പം എല്ലാവരും കഴിക്കില്ല എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് അതാക്കിയത്. അപ്പോൾ ഞാൻ അതും ഫലാഫലും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതൊന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കോരി മാറ്റണം. ലാസ്റ്റ് ഇട്ടതൊക്കെ ആവണേ ഉള്ളൂ, ചിലതൊക്കെ മുറിഞ്ഞും പോയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഇട്ടത് ഞാൻ ഇങ്ങോട്ടേക്ക് കോരി മാറ്റാണ്. ഇത് നല്ല റേറ്റാണ് കേട്ടോ. നമുക്ക് വെജ്ജിൽ പെടുത്താൻ പറ്റുന്ന നല്ല എന്താ പറയുക, നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റേറ്റാണ് ഫലാഫൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ താമിയ എന്നാണ് പറയുക കേട്ടോ. ഫലാഫൽ എന്നല്ല, താമിയ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അത് നമ്മൾ താമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടൊന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. താമിയേൻ്റെ തന്നെ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പണ്ട് ചെയ്തതുണ്ട് കേട്ടോ, കുറേ മുന്നേ ചെയ്തത്. പിന്നെ നോമ്പിന് ഞാൻ മാറ്റി പിന്നെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫലാഫലും ഫുള്ളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ ടിക്ക, പിസ്സ, ബ്രെഡ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമുക്ക് ഒരാൾക്ക് ഒന്നൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. വേറെ സ്നാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കഴിക്കുകയാണെങ്കിൽ. നല്ല ഹെവിയാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, വയറ് ഫുള്ളാവുന്ന ഒരു ഐറ്റം തന്നെയാണിത്.
നല്ല ടേസ്റ്റിയാണ്. തീരെ എണ്ണയൊന്നും കുടിക്കുകയില്ല, നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ അതിപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ ഈ എടുക്കുന്ന വീഡിയോയിലൊക്കെ ഞാൻ നോമ്പ് നോറ്റിട്ട് അതിൻ്റെ മുന്നേ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അപ്പോൾ ഇതൊന്നും മുറിച്ച് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ നോമ്പൊക്കെ കഴിയട്ടെ. ഇനി പിന്നെ എപ്പോഴെങ്കിലും ഞാനിത് എടുക്കുന്ന സമയത്ത് ഇത് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സാധനമാണിത്. എന്താ പറയുക, 100-101% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ നേരത്തെ ഉള്ളി പൊരിച്ച എണ്ണയിലേക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, ബേ ലീഫൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അരി കഴുകി എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് ഊറ്റിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വറുത്ത് വെക്കുന്ന ബിരിയാണിയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം കഴുകിയെടുത്ത അരിയാണിത്, പുതിർത്ത അരിയല്ല കേട്ടോ. ആദ്യം തന്നെ അരി പുതിർത്തൊന്നും വേണ്ട, അങ്ങനെ ജസ്റ്റ് വറുത്തെടുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു നേരത്തെ ഉള്ളി വെച്ച സെയിം നെയ്യും ഓയിലുമാണത്. അതിലേക്കാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിയൊന്ന് വഴറ്റിയെടുക്കുക. അരിയൊന്ന് വറുത്തെടുക്കാമെന്ന് പറയില്ല, അങ്ങനെ വറുക്കാണ് വേണ്ടിയത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരി എടുക്കുന്നതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അരി ആദ്യം തന്നെ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ 2 ചെറുനാരങ്ങൻ്റെ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 2 ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ വലിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് കുറയ്ക്കുക. പിന്നെ ബിരിയാണിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ച സ്നാക്സൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ലാസ്റ്റിൽ വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത്തെ നോമ്പ് തുറക്ക് കാണിച്ചിട്ടുണ്ട്. കുനാഫൻ്റെ ഒരു ഐറ്റം ഉണ്ട്, അതും കൂടെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്കൊന്ന് പ്ലേറ്റ് മാറ്റിയും വേണം. ഇതിപ്പോൾ ഞാൻ ആ ചെയ്ത സമയത്ത് ഒന്നിച്ച് ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ സ്നാക്സ് മൊത്തം പാർസലുണ്ട് കുറച്ച്. അത് ഞാൻ സ്ഥിരമായിട്ട് ഞങ്ങൾ സാധനം വാങ്ങുന്ന കടയാണ് ബറക്ക എന്ന് പറഞ്ഞിട്ടുള്ള അലകയിലുള്ള. അവർക്ക് ഞാൻ എല്ലാ കൊല്ലം നോമ്പ് തുറ കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്കുള്ള പാർസലാണിത്. അപ്പോൾ ഇത് അസ്ലങ്ക അത് കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുത്തിട്ട് ഇപ്പം വരും. അപ്പോൾ അത് നമ്മളെ ബിരിയാണീൻ്റെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. അത് നല്ല കറക്റ്റ് പാകമാണ്. ഇനിയിപ്പോൾ നമ്മളൊന്ന് ദമ്മിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ദമ്മ് ഇട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 2.5 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്, 2 കിലോ അരിയാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ ആ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാല എന്ന് പറഞ്ഞാൽ ബിരിയാണി മസാല, പിന്നെ അതിലേക്ക് റോസ് വാട്ടറും യെല്ലോ കളറും കൂടെ മിക്സ് ആക്കിയതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ പ്രൊസീജിയർ തന്നെ ഒന്നും കൂടെ ചെയ്യുക. രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാം പിന്നെ രണ്ടാമത് ഞാൻ പിന്നെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം അവിടെ ദമ്മ് ചെയ്യട്ടെ. ഇപ്പോൾ ഞാനിതാ എൻ്റെ സ്നാക്സൊക്കെ മൊത്തം വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇത്രയും 6 ഐറ്റമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടൊന്ന് ഞാനിങ്ങനെ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയതാണിത്. അപ്പോൾ ഈ ഒരു കുനാഫൻ്റെ ഐറ്റം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോൻ്റെ തമ്പനയിൽ കീഴിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമൂസയും കാണിച്ചതാണ്. ഇനി കാണിക്കാനുള്ളത് കോഴിയട, അതേപോലെ തന്നെ ഈ ഒരു ചിക്കൻ ടിക്ക പിസ്സ റോൾ എന്ന് പറഞ്ഞിട്ടുള്ള അത് ഞാൻ വരുന്നുണ്ട് കേട്ടോ, അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അത് ആൾക്കാരൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസ്ലങ്കയും നവാസും പിരിക്കുകയാണ്, സുഫറൊക്കെ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നവാസിനെ എല്ലാവർക്കും അറിയണമായിരിക്കും, അസ്ലങ്കയുടെ പെങ്ങളെ മോനാണ്. എൻ്റെ കുറേ വീഡിയോയിൽ ഉണ്ടായിരുന്നു അവന്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. നോമ്പ് തുറക്കാനായിട്ടോ സമയമായി. അപ്പോൾ അത് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സും സ്നാക്സും ഈത്തപ്പഴവും ജ്യൂസും ഒക്കെയാണ്. ജ്യൂസ് അടിച്ചത് സ്ട്രോബെറി ജ്യൂസും അതേപോലെ തന്നെ വിംടോ ആണ് കലക്കിയത്. അപ്പോൾ അതൊക്കെ അസ്ലങ്കാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഇപ്പോഴും വന്നിട്ട് അസ്ലങ്ക ജ്യൂസ് അടിക്കുന്നത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ മൂപ്പരടിച്ചതാണത്, സ്ട്രോബെറി ജ്യൂസും അതുപോലെ തന്നെ വിംടോ കലക്കിയതുമാണ്. അപ്പോൾ അത് എല്ലാവരും ഏകദേശമൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് നോമ്പറ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തത് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ചോറ് ദമ്മ് പൊട്ടിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വലിയ കാസറോളുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക 5 കിലോ ഒക്കെ കൊള്ളുന്ന വലിയ കാസറോളാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതാകുമ്പോൾ മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ചോറ് ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ മൊത്തം ചോറ് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് വിളമ്പാനുള്ളത് കേട്ടോ. പിന്നെ അതാ മസാലയും വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. മസാല ഇനി നമുക്ക് മസാലയൊന്ന് വിളമ്പണം, ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൻ്റെ കൂടെ അച്ചാറും സലാഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാനിങ്ങനെ ഫുൾ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്, മൊത്തത്തിൽ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.